ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കാരണല്ലേ അടിച്ച പൊട്ടിക്കണടാ. നിന്റെ കാരണം നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു മോനെ നീ എന്റെ ലൈഫ്. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസം മുന്നേ ഷാജിദയുമായിട്ട് റിലേറ്റ് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഈ കൈസിന്റെ ഫോൺ നമ്പർ ഷാജിദയ്ക്ക് എങ്ങനെ കിട്ടി എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരുത്തന്റെ പേര് ഞാൻ പറയാതെ തുപ്പിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് വിവിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവിയൊന്നും അല്ല കേട്ടോ, ഒരിക്കലും വിവിയൊന്നുമല്ല. പക്ഷെ വേറൊരുത്തനാണ്, അവന്റെ പേരും കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. പിന്നെ ജിനൂസിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. ജിനൂസ് ഒന്നുമല്ല, അവരാരുമല്ല. പക്ഷെ വേറൊരുത്തൻ, അവന്റെ പേരും ആ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിച്ചിട്ടുള്ളത് ഞാൻ അവന്റെ പേരും പറഞ്ഞു കൊടുത്തു. അവന്റെ പേര് പറയാൻ എനിക്ക് വേടിയായിട്ടൊന്നുമില്ല. ആ നാറിയുടെ പേര് എന്റെ ചാനലിൽ പറയാതിരിക്കാനാണ് മാക്സിമം ഞാൻ ശ്രമിക്കുന്നത്. ഇത് ചിലപ്പോ അവൻ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, അവന് റീച്ച് കൊടുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ചാനല്, അവൻ ചെറിയ ചാനൽ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു വൃത്തികെട്ട ലൂപ്പിൽ പോയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ച് തലക്ക് വിളിച്ചുകൊണ്ടിരിക്കുക എനിക്ക് വയ്യ, എനിക്ക് ഒരു താല്പര്യമില്ല. ഇന്നലെ ആ നാറിയെ ഞാൻ വിളിച്ചിട്ട് നല്ല പൂരത്തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ വിളിച്ചിട്ട് നല്ല പൂരത്തെറി വിളിച്ച് അവനും എന്നെ തിരിച്ചു വിളിച്ച് ഞാൻ നല്ലോണം വിളിച്ച് എൻ്റെ ആ ഒരു സംതൃപ്തി അടങ്ങുന്നവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ നിരന്തരം വന്നിട്ട് എന്നെയും കൈസിനെയും ഡാനി സത്യനെയും ഇൻക്ലൂഡ് ചെയ്ത് ഇല്ലാത്ത കഥ പച്ച അപരാധം പറഞ്ഞുണ്ടാക്കി തനുജയ്ക്ക് വേണ്ടിയിട്ട് കൊടി പിടിച്ചുകൊണ്ടിരുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു തരത്തിൽ ഇവനെന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവനൊക്കെ എന്ത് അൾട്ടറലി ഫ്ലോപ്പ് എന്നറിയാമോ? പച്ച അപരാധം ഓരോ വ്യക്തികളെ കുറിച്ചും ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കും. ഇതാണ് അവന്റെ മെയിൻ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്. ഇങ്ങനെ ഇല്ലാത്ത കഥ ഓരോ ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കും. മുന്നേയും ഇതുപോലെ പല ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. എന്തിന്? ഇതുപോലത്തെ നാറികൾക്ക് മറുപടി കൊടുത്ത് എനിക്ക് എന്റെ സമയം കളയാൻ ഒരു താല്പര്യമില്ല. അങ്ങനത്തെ രീതിയിൽ വന്നിരുന്ന അപരാധം പറഞ്ഞിരിക്കും. പറയുന്ന ഒരു കാര്യം പോലും, ഒരു വാസ്തവം പോലും ഇല്ല. ഇവനെയൊക്കെ പോലുള്ളവന്മാരെ ഒരിക്കലും അംഗീകരിക്കരുത്. ഇവന്റെ വീഡിയോ പോയി ആരും കാണരുത്. കാരണം സമൂഹത്തിന് അത്രയും വിപത്തായ മെസ്സേജുകളാണ് ഇവനൊക്കെ കൊടുക്കുന്നത്. ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കുന്നത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമുക്ക് അറിയാവുന്നതും നമ്മൾ അറിഞ്ഞതും ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കുക, അവനേക്കാളും കുറച്ച് റീച്ച് അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൗണ്ടിൽ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അസൂയയും കുശുമ്പും കാരണം അവൻ ഇങ്ങനെ ചവിട്ടി താഴ്ത്തുകയാണ് ഓരോ വ്യക്തികളെ. ഇപ്പൊ കൈസിനായാലും എന്നെ ആയാലും ഡാനി സത്യനായാലും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മൾ നിന്റെ ഒന്നും ഒരു കൊട്ടിലും വീഴത്തില്ല. അത് വേറൊരു കേസ്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ആ ഒരു നിലനിൽപ്പ്. കാരണം ജെനുവിനിറ്റിയോടെ മുന്നോട്ട് വന്നവരാണ് ഞാനൊക്കെ. പല വീഡിയോസിലും തെറ്റ് പറ്റിയിട്ടുണ്ട്, അങ്ങനെ പറ്റിയിട്ടുള്ളതിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇവനെയൊക്കെ പോലെ ഇല്ലാത്ത കഥയും പറഞ്ഞുണ്ടാക്കി വല്ലവരുടെ ഒന്നും പൈസയും വാങ്ങിച്ച് ഞണ്ണിക്കൊണ്ടൊന്നുമല്ല ഞാനൊന്നും എന്റെ ജീവിതത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജെനുവിനിറ്റി കീപ്പ് ചെയ്ത് മര്യാദയ്ക്ക് മാന്യമായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. ഇനി നേരെ വിഷയത്തിലോട്ട് വരാം. ഷാജിക്ക് അന്ന് കൈസിന്റെ നമ്പർ കൊടുത്തത് ആ നാറിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് പറഞ്ഞില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ പൂരത്തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ആ ഒരു മനസ്സിന് ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയിട്ടുള്ളത്. അവന് ഒളിവിൽ ഏറെ ഏതോ പെമ്പിള്ളാരെയൊക്കെ ചീത്ത വിളിച്ച കേസിൽ ഒളിവിൽ എറണാകുളത്ത് എങ്ങാണ്ട് പോയി താമസിക്കുന്നു. ഏതോ സെക്യൂരിറ്റി ആയിട്ട് ഏതോ ഫ്ലാറ്റിന്റെ അങ്ങനെയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒളിവിലാണ്, കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒളിവിൽ നടക്കുന്ന ഒരു പിടികിട്ടാ പുള്ളിയാണ് ഇവനൊക്കെയാണ് മറ്റുള്ളവർ വന്നിരുന്ന് കുറ്റം പറയുന്നത്. ഇവന്റെ ചാനലിൽ പോയിട്ട് ഇവനെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ അപമാനിച്ച് തെറി വിളിച്ചതിന് ഒളിവിൽ പോയി കിടക്കുന്നവനാണ് ഇവനൊക്കെ. ഈ നാറികളൊക്കെയാണ് കുറെ എണ്ണം അവിടെ പോയി കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് അറിയാൻ പാടില്ല എന്ത് തേങ്ങ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഇനി നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഷാജിദ ഇടയ്ക്കൊരു ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്ത് സ്വന്തം ക്രീം വെളുത്തിട്ട് പാരാന്ന് പറഞ്ഞിട്ട് ബാന്ന് പറഞ്ഞിട്ട് വാരി തേച്ചിട്ട് കിഡ്നിയൊക്കെ അടിച്ച് പോകുന്ന സ്വന്തമായിട്ടൊക്കെ കിടന്ന് വരവിയ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ വീഡിയോ ചെയ്ത് അന്ന് പാറി പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇവക്ക് പണി കിട്ടും. കാരണം അമ്മാതിരി സാധനം, ഉടായ്പ സാധനമാണ് ഇവള് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. ഒരിക്കലും ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കേസല്ല. കാരണം വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട് പണ്ട് മുല്ലപ്പൂ ജാസ്മിൻ ജാഫറൊക്കെ വന്ന് പ്രൊമോട്ട് ചെയ്ത് കയറി പോയൊരു സമയം എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കുട്ടികളടക്കം ഈ ക്രീമുകൾ മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളായാലും വീട്ടമ്മയായാലും ആരായാലും കിഡ്നി വരെ അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഇത്തരം സാധനങ്ങളെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ രമ മേഡം എന്ന് പറയുന്ന ഒരു മാം ഉണ്ട്. ആ മാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. സുഹൃത്തുക്കളെ, ഞാൻ രമ, ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റാണ്. എന്റെ പേരിലൊരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. എങ്കിലും എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ്
ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷനെന്നോ എയ്മയെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷന്റെയും വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷന്റെയും ഭാരവാഹിയല്ല. ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന 1832 അതിന്റെ രജിസ്റ്റേർഡ് നമ്പർ 1832 1832. ഇത് വേണമെങ്കിൽ ആറ്റയിട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും. ഞാൻ അതിൽ പ്രതികരിച്ചത്, ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം. നമുക്ക് മക്കളെ പ്രസവിക്കാം, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ ആ യൂട്യൂബർ എന്റെ ശത്രുവല്ല, അവരെന്റെ മിത്രമല്ല, എനിക്ക് അവരറിയത്തില്ല. 38 വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല. സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പൊ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും, ഇനി ഒരു ജനറേഷൻ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല. പിന്നെ ഞാനിത് പറഞ്ഞത് ഈ കുറച്ച് ചാനലുകളൊന്നും ഞാൻ കാണാറില്ലെങ്കിലും ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ, അതായത് ഞായറാഴ്ചക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു 6 തവണ നാട്ടിൽ വരുന്ന, അതായത് ശനിയും ഞായറുകളും ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തില് ഏതെങ്കിലും ഒരു ശനിയും ഞായറും, ശനിയാഴ്ച വരും, ഞായറാഴ്ച രാത്രി നിൽക്കും, തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല. പിന്നെ എനിക്ക് മുഖമില്ലാതെയില്ല, എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട്. എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ്. നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷെ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമയെ ചോദിച്ചാൽ അറിയില്ല. ഡൽഹി മലയാളി കൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം. വാട്ട് വെറൈറ്റീസ് അതെന്റെ വിഷയമല്ല. ഞാൻ എന്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാ. എനിക്ക് അതിനോട്ട് സമയമുള്ള ഒരാളുമല്ല. നമുക്ക് ഇവിടെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചാനലല്ല, ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു, തെറി വിളിക്കുന്നു, അങ്ങനെയുള്ള കുറെ ചാനലുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറെ ചാനലുകൾ, അതായത് കുറെ പേര് എനിക്ക് കുറെ സ്ക്രീൻഷോട്ടുകളും കുറെ ലിങ്കുകളും ഒക്കെ അയച്ചു. ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. കോടതിയിലെ കാര്യമാണ് അത്. ചിലപ്പോൾ പതുക്കെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ആക്ഷൻ ഉണ്ടായാലും ഇപ്പൊ ഒരാള് നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത. അത് വിജയിക്കാതിരിക്കാം, അത് ശിക്ഷ കിട്ടാൻ, ശിക്ഷിക്കാതിരിക്കാം. പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാൻ അധികാരമുണ്ട്, ജോലി ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷെ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്. നമ്മളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധകമാണ്. ഒരു മരണ വീട്ടിൽ ചെല്ലുക, അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക, അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അതിനൊന്നും എനിക്കൊന്നും പറയാനുമില്ല. പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യര് മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല, നിങ്ങൾ എന്റെയും ശത്രുവല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ ജോലിയും എന്റെ സോഷ്യൽ വർക്കും എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് 10 പേര് അറിയാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട്, എനിക്ക് നല്ലൊരു പേരുമുണ്ട്. അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്ന് വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ്. മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചത്. അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ആരാടാണോ പറഞ്ഞിട്ടുള്ള അവരെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ
പലരെയും ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞു. അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വമല്ല, അതിലെനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ആ വോയിസിന്റെ ഉടമ ഞാൻ തന്നെയാണ്. ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ്. ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ആ വോയിസ് ഇട്ടതിന്റെ പുറകിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്കും ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ SP-ക്കും നമ്മുടെ ADGP-ക്കും പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും. 101% അത് ഫയൽ ചെയ്യും. പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട്. പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ്. പക്ഷെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും ഞാൻ പറയുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ 4 ചുവടുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ, അബ്യൂസിംഗ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കേണ്ടതാണ്. അത് നിയമമാണ്. അത് നിയമം എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ്. യൂട്യൂബും തുറന്നു വെച്ച് പച്ച അപരാധങ്ങൾ പറയുന്നതും വീട്ടിൽ സ്വന്തം ഉമ്മാനടക്കം ചെളിവാരി അടിക്കുന്നതും അല്ലെങ്കിൽ നാട്ടുകാരെ തേച്ചൊട്ടിക്കുന്ന സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതും എല്ലാ ഇതുപോലത്തെ ആൾക്കാർക്കും ഇതൊരു പാഠമാകട്ടെ. ഇവര് ഡൽഹി മലയാളി കൂട്ടായ്മയുടെ ഒരു എന്തോ സംഭവമൊക്കെയാണ്. അപ്പൊ ഇവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാജിദയുടെ കേസാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അതുപോലെ വേറെയും കുറെ അപരാധങ്ങളും തെറികളൊക്കെ ഇരുന്ന് പറയുന്ന കുറെ ടീംസ് ഉണ്ട്. ഈ കുറെ ലൂപ്പിൽപ്പെട്ട കുറെ വൃത്തിയിട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാത്തിനും ഒരു പൂട്ട് വീഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ നിയമപരമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതിനെയൊക്കെ ഒന്ന് അടക്കി ഭരിക്കുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബ് വെറും ഒരു തരം താഴ്ന്ന ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ്ലി പറയാം, ഭയങ്കര നെഗറ്റീവിലോട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലോട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോം മാറുകയാണ്. അത് മാറാതിരിക്കട്ടെ. അതിനുവേണ്ടി ഇതുപോലെയുള്ള തീട്ടങ്ങളെയൊക്കെ തുടച്ചു മാറ്റപ്പെടണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ഷാജിദ അടുത്ത് ഇവിടെ ആർക്കും വ്യക്തിപരമായിട്ട് വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ നീ കാണിച്ചു കൂട്ടുന്നത് വെറും പോക്കൃത്തനമാണ്. അത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തിനു വേണ്ടി? റീച്ചിന് വേണ്ടി. എന്തൊക്കെ പറഞ്ഞാലും ഈ ഷാജിദ ആയാലും ഈ രേണുസുതി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കുറെ പേരുണ്ട്. ഇവരെന്ന് ഞാൻ എല്ലാവരെയും എടുത്തു പറയുന്നില്ല. ഇവരൊക്കെ കുറെ റീച്ചിന് വേണ്ടിയിട്ട് കോപ്രായങ്ങൾ കിടന്ന് കാട്ടിക്കൂട്ടുകയാണ്. കുറെ പൈസയ്ക്ക് വേണ്ടി മാത്രം. നമ്മൾ അറ്റ്ലാസ്റ്റ് മനസ്സിലാക്കുക, കുറെ പൈസ മാത്രം കയ്യിലുണ്ടായിരുന്നിട്ട് കാര്യമില്ല. മണി ഈസ് എവറിത്തിങ്. മണി വേണം. മണി തന്നെയാണ് ലൈഫിൽ ഇമ്പോർട്ടന്റ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടിയും കാണിക്കാൻ നിൽക്കരുത്. ആ പൈസ മാത്രം വച്ചിട്ട് സമൂഹത്തിൽ ഒരു വിലയും നിലയും ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത രീതിയിലാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ചീപ്പ് പരിപാടികളും ചീപ്പ് ക്വാളിറ്റികളും ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ചീപ്പ് പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് കണ്ടന്റ് ആണ്, അതുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്കത് കണ്ടന്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം.